പെട്ടെന്നൊരു ദിവസം ഒരു ആൺകുട്ടി പെൺകുട്ടിയായും പെൺകുട്ടി ആൺകുട്ടിയായും മാറിയാലോ? എങ്ങനെ അത് സംഭവിച്ചു, ശേഷം എന്ത് സംഭവിച്ചു, അതിൽ പെട്ടുപോയത് ആരാണ് എന്നതൊക്കെ വളരെ രസകരമായി പറഞ്ഞ് 2022 റിലീസായ മിസ് ക്യാപ്റ്റൻ എന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് കാണാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. ഒരു കോളേജില് ബാസ്കറ്റ്ബോൾ മാച്ച് നടക്കുന്നതാണ്. 2 ടീമുകളാണല്ലോ ഉള്ളത്. അതിൽ ഏത് ടീമാണോ അടുത്തതായി ബോൾ ബാസ്കറ്റിൽ ഇടുന്നത് അവർ ഗെയിം ജയിക്കും എന്ന രീതിയിൽ ഇപ്പൊ സമനിലയിലാണ് ഗെയിം പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായ ഡാ അവന്റെ ടീമിന് വേണ്ടി ഒരു പോയിന്റ് സ്കോർ ചെയ്യുന്നത്. അങ്ങനെ അതോടുകൂടി ഡായുടെ ടീമാണ് ആ മാച്ചിൽ വിജയിക്കുന്നത്. ഈ മാച്ചിൽ വിജയിച്ചെങ്കിലും ഈ ഒരു ടൂർണമെന്റിന്റെ ഫൈനൽ റൗണ്ട് ആയിട്ടില്ല. ഇനിയും അവരുടെ മുന്നിൽ പ്രതിസന്ധികളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഡായ്ക്ക് ഒരു വിഷയമേ അല്ല. അവൻ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. പക്ഷെ അവന്റെ ഫ്രണ്ട്സിന് ഇത്തവണത്തെ ഈ വിജയം മാത്രം പോരാ, നമ്മൾ ഇനിയും വിജയിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെൻഷൻ ആവുമ്പോ അതൊക്കെ നിസ്സാരമല്ലേ എന്നുള്ള മട്ടില് ഡാ ഭയങ്കര ഹാപ്പി ആയി നിൽക്കുന്ന സമയത്താണ് അവന്റെ തലയിലേക്ക് ഒരു ബോൾ വന്ന് കൊള്ളുന്നത്. ബോൾ വന്ന് ഇതിനു മുന്നേയും പല തവണ ഇതുപോലെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതിന്റെ ഇടയിലൊക്കെ അവന്റെ തലയിൽ കൊണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ ഒരു ബോൾ കൊണ്ട കണക്കായിരുന്നില്ല. ഏതാണ്ട് വലിയ പാറക്കല്ല് വന്ന് ഇടിച്ച കണക്കായിരുന്നു ഡായുടെ അവസ്ഥ. അവന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ആവുന്നു. തല ആകെ പെരുത്തിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒന്ന് കുളിച്ചാൽ റെഡിയാകുമെന്ന് കരുതി അവൻ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ നിന്ന് കുളിക്കാനായി പോകുന്നു. അങ്ങനെ കുളിക്കുമ്പോഴൊക്കെ തന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയും ചുറ്റിന് എന്തൊക്കെയോ നടക്കുന്ന പോലെയും ഒക്കെ ഡായ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ കുളി കഴിഞ്ഞെത്തുന്ന അവൻ ഇമാതിരി ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല. കാരണം കുളി കഴിഞ്ഞ് അവൻ വരുന്ന സമയത്ത് ആ ഒരു ഡ്രസ് ചേഞ്ചിങ് റൂമിൽ ഉണ്ടായിരുന്ന അവന്റെ സഹകളിക്കാരും മറ്റുമായ പല പയ്യന്മാരും അവനെ ഒരുമാതിരി നോക്കാണ്. ഏതാണ്ട് ഒരു പെൺകുട്ടിയെ കണ്ട ഒരു എഫക്റ്റിലാണ് അവന്മാരുടെ നോട്ടം തന്നെ. അവന്മാരെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് തന്റെ രൂപം അടിമുടി മാറിയിരിക്കുന്നതും താൻ ഒരു പെണ്ണിന്റെ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നതും ഡാ മനസ്സിലാക്കുന്നത്. അവൻ കുളിക്കാൻ പോയി മടങ്ങി വന്ന സമയത്ത് ട്രൗസറും ചെസ്റ്റിന്റെ അവിടെ ഒരു ടൗല് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ വേഷത്തിൽ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ നിൽക്കുന്നത് ഭയങ്കര ഓക്വേർഡായ ഒരു കാഴ്ചയായിരുന്നു. ആകെപ്പാടെ പെട്ടെന്ന് പേടിക്കുന്ന ഡാ മറിഞ്ഞു വീടാനായി പോകുമ്പോ നമ്മുടെ കഥാനായകനായ സിംഗ് അങ്ങോട്ടേക്ക് എത്തുകയും അവൻ ഡായെ താങ്ങി പിടിച്ച് എന്താ നീ ഇങ്ങനെ ഡ്രസ് ഇല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ച് ഡ്രസ്സ് വെച്ച് കവർ ചെയ്യുകയും ചെയ്യുന്നു. ആൺകുട്ടിയായ ഡാ എന്തോ ഒരു മറിമായത്തിലൂടെ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും രൂപം ആകെ മാറി പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നത് അവന് പോലും ഒരു പിടുത്തവും ഇല്ല. എന്തായാലും രൂപം കൊണ്ട് ഒരു പെൺകുട്ടിയാണെങ്കിലും ഡാ ഇപ്പോഴും മനസ്സുകൊണ്ട് ആ പഴയ ആൺകുട്ടി തന്നെയാണ്. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പൊ അവനെ ഹെൽപ്പ് ചെയ്തിട്ട് പോയ ഈ സിംഗ്. എടാ ഇത് ഞാനാ നിന്റെ ഫ്രണ്ട് സിംഗ്, നിനക്കെന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഡാ സിംഗിനോട് സംസാരിക്കാനായി ചെല്ലുമ്പോഴും നീ എന്തി കാണിക്കുന്നതെന്ന് ചോദിച്ച് തന്റെ അടുത്ത് ക്ലോസ് ആവാൻ വരുന്ന പെൺകുട്ടിയെ മാറ്റി നിർത്താനായിട്ടായിരുന്നു സിംഗിന് വെപ്രാളം. എടാ നമ്മള് മാച്ചിലൊക്കെ വിജയിക്കുമ്പോ ഇങ്ങനെ ചാടി ഇടിച്ച് സന്തോഷം പ്രകടിപ്പിക്കില്ലേ, നിനക്കതൊക്കെ ഓർമ്മ വരുന്നില്ലേ, നമുക്കതിപ്പോ ഒന്ന് ചെയ്ത് നോക്കിയാലോ, അപ്പൊ നിനക്ക് എങ്ങനെ ഓർമ്മ വന്നാലോ എന്നൊക്കെ പറഞ്ഞ് ഡാ ആക്ഷൻ കാണിക്കാനൊക്കെ ഒരുങ്ങുമ്പോ നീ എന്തി കാണിക്കുന്നത്, നിനക്ക് വട്ടാണോ, നീ ഇങ്ങനെ എന്റെ ഫ്രണ്ട് ആവുന്നത്, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് തന്റെ ഫ്രണ്ട് രൂപം മാറി പോയതാണെന്ന് മനസ്സിലാക്കാതെ സിംഗ് അവോയ്ഡ് ചെയ്തു പോകുന്നു. ചേട്ടാ ഇപ്പൊ ഞാൻ എങ്ങനെ എന്റെ പഴയ രൂപത്തിലേക്ക് എത്തും, പഴയ രൂപത്തിലേക്ക് എത്താതെ ഇത് ഞാൻ തന്നെയാണെന്ന് എന്നെ അറിയാവുന്ന ഒറ്റ ഒരെണ്ണം വിശ്വസിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്ന ഡായ്ക്ക് താൻ കുളിച്ചപ്പോഴാണല്ലോ എങ്ങനെയോ ഈ രൂപത്തിലേക്ക് മാറിയത്. അതുകൊണ്ട് ഒന്നുകൂടെ കുളിച്ചാൽ ചിലപ്പോ പഴയ രൂപം കിട്ടിയാലോ എന്നൊരു തോന്നൽ വരുന്നത് കൊണ്ട് തന്നെ കുളിക്കാന്ന് വിചാരിച്ച് ഡ്രസ് ചേഞ്ചിങ് റൂം ലക്ഷ്യമാക്കി നടക്കുമ്പോ ആ വഴിയാണ് ഇവരുടെ കോർട്ട് ഉള്ളത്. അവിടെ അവന്റെ ടീമിലെ കൂട്ടുകാരിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് കണ്ട് ഞാൻ കൂടെ ഇല്ലെങ്കിലും ഇവന്മാര് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുമല്ലോ എന്നൊരു ആശ്വാസത്തില് ആ ഒരു ടീമിന്റെ ക്യാപ്റ്റനായ ഡാ നിൽക്കുമ്പോ നമ്മുടെ ഡാ എവിടെ പോയി, അവനെ കാണുന്നില്ലല്ലോ, അവനെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയതാണോ, എങ്കിൽ നമുക്കെന്താ ഈ ടീം ഇതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചിട്ട് പോയാലോ എന്നൊക്കെ അവന്മാര് പതിയെ പിറുപിറുക്കുമ്പോ ദേഷ്യം വരുന്ന ഡാ അവന്മാർ അടുത്ത് ചെന്ന് ഞാനൊന്ന് ഇല്ലാണ്ടായപ്പോഴേക്കും നീയൊക്കെ ഇത് കോളം തോണ്ടോ, ഈ ഒരു ലെവലില് നമ്മുടെ ടീമിനെ എത്തിക്കാൻ ഞാൻ ഇത് കഷ്ടപ്പെട്ട് നടന്ന് ദേഷ്യം വരുന്നുണ്ടാ. മുന്നിലേക്ക് 2 പറയാൻ പോയി നിൽക്കുമ്പോഴേക്കും അവനൊന്നിനും പറ്റുന്നില്ല. കാരണം ഇവനൊരു പെണ്ണിന്റെ രൂപത്തിലല്ലേ ഇപ്പൊ. അവനെ കണ്ടപാടെ ആ പയ്യന്മാര് പഞ്ചാര അടിക്കാനായി അടുത്തേക്ക് വരുമ്പോ ഒരു പെണ്ണിന്റെ നിഴല് കണ്ട ഇവന്മാരൊന്നും വെറുതെ വിടത്തില്ലല്ലോ, ഇവന്മാർ എങ്ങനെ ഇപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് ടെൻഷനായി ഒടുക്കം ഒരു ഐഡിയ എടുക്കുന്നു. ഡായ്ക്ക് കുറച്ച് ദിവസം തിരക്കായതുകൊണ്ട് നിങ്ങളുടെ ടീമിന്റെ കാര്യങ്ങൾ നോക്കാനായി അവൻ ഏർപ്പെടുത്തിയ മാനേജറാണ് ഞാനെന്ന് പറഞ്ഞ് അവൾ സ്വയം പരിചയപ്പെടുത്തുന്നു. ഇപ്പോ ഡാ ഇവരുടെ ഒക്കെ കണ്ണിൽ പെൺകുട്ടിയുടെ രൂപത്തിലാണല്ലോ ഉള്ളത്. അവർ ഓക്കെ ആവുന്നുണ്ടെങ്കിലും ടീമിൽ ഇപ്പോൾ ഡാ ഇല്ലാത്തത് കൊണ്ട് അവൻ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടും ഒരാളുടെ കുറവുണ്ട്. അതായത് അവന്റെ പ്ലേസിൽ ഇനി വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ഫ്രണ്ട്സ് പറയുമ്പോൾ ഡായ്ക്ക് പകരം ഞാൻ ഒരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് അവള് നേരെ പോകുന്നത് നമ്മുടെ സിംഗിന്റെ അടുത്തേക്കാണ്. സിംഗ് ഡായുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഡായുടെ ബാസ്കറ്റ്ബോൾ ടീമിൽ സിംഗ് പങ്കെടുത്തിട്ടില്ല. അവൻ പഠനം കൂടുതൽ പ്രയോറിറ്റി നൽകി എപ്പോഴും ആ കാര്യങ്ങളിൽ ബിസിയാണ്. എന്തായാലും സിംഗിന്റെ അടുത്തേക്ക് ചെന്നവൾ നീ ബാസ്കറ്റ്ബോൾ ടീമിൽ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ അല്ല ആരാ നീ, എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ, എനിക്ക് നിന്നെ അറിയത്ത് പോലും ഇല്ല, ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരണമെന്ന് പറയാൻ നിനക്ക് എന്ത് റൈറ്റ് ഉണ്ടെന്നൊക്കെ സിംഗ് ചോദിക്കുമ്പോ നിന്നെ കണ്ടാൽ തന്നെ ബാസ്കറ്റ്ബോൾ കളിക്കാനായി ജനിച്ചവനെ കണക്ക് തന്നെയുണ്ട്, നല്ല ഹൈറ്റും അതിന് പറ്റിയ ബോഡിയും, അതുകൊണ്ട് നീ ചേരണമെന്ന് പറഞ്ഞു അവള് റിക്വസ്റ്റ് ചെയ്യുമ്പോ അവളെ ഒന്ന് പേടിപ്പിച്ച് വിടാനായി സിംഗ് വളരെ ക്ലോസ് ആയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നെഞ്ച് പടപട ഇടിക്കുന്നതായി അവൾക്ക് തോന്നുന്നു. അയ്യോ ഒരാണായി എനിക്കെന്താ ഇവനെ കാണുമ്പോ ഇപ്പൊ ഇങ്ങനൊക്കെ തോന്നുന്നേന്ന് ടെൻഷൻ ആവുന്ന അവൻ
വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് പോകുന്നു. എങ്ങനെയാണ് ഒരു ആൺകുട്ടിയായ താൻ ഒരു പെൺകുട്ടിയായി മാറിയതെന്ന് അറിയണമല്ലോ. മെഡിക്കൽ സയൻസിലെ എന്തെങ്കിലും മിറാക്കിൾ ആണെങ്കിൽ അതിനുവേണ്ട മരുന്ന് കഴിക്കണമല്ലോ എന്നൊക്കെ കരുതിയാണ് ഈ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയവൾ താൻ ഒരു ആൺകുട്ടിയാണ്, പെട്ടെന്ന് പെൺകുട്ടിയായി മാറി എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെച്ച് ഡോക്ടർമാരോടും നഴ്സുമാരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി നോക്കുമ്പോൾ അവരൊന്നും അത് വിശ്വസിക്കുന്നേ ഇല്ല. ഈ സമയത്താണ് മാക്സ് എന്നൊരു പയ്യൻ അവളെ അവിടെ കാണുന്നത്. അവൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മാക്സ് നൈസായി അവളെ ചെന്ന് സമീപിക്കുകയും താൻ വിശ്വസിക്കുന്നുവെന്നും തന്റെ കൂടെ വന്നാൽ പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിന്നെ വെച്ച് ഞാനൊരു റിസർച്ച് ചെയ്ത് ഇതിന് പരിഹാരം കണ്ടെത്താമെന്ന് ഡോക്ടർ പറയുമ്പോൾ അവൾ അവിടെ നിന്ന് ഇതെന്തോ ട്രാപ്പാണെന്ന് തോന്നി രക്ഷപ്പെടാനായി നോക്കുന്നുണ്ടെങ്കിലും അവരവിടെ വിടാതെ പിടിച്ചു വെക്കുന്നു. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യണം, അതിലൂടെ നിനക്ക് ഈ പ്രശ്നം പരിഹരിക്കാനും കഴിയും. അപ്പോൾ സഹകരിക്കുന്നതല്ലേ നല്ലതെന്ന് അവർ ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ അവൾ അവിടെ നിൽക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന തന്റെ ടീം താനില്ല എന്ന് പറഞ്ഞ് പിരിയാൻ പാടില്ല, അവർ നല്ല രീതിയിൽ മാച്ച് ഒക്കെ കളിച്ച് മുന്നോട്ട് പോകണം, താൻ അത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുത്ത ഒരു ബാസ്കറ്റ്ബോൾ ടീമാണ് എന്ന് നല്ല ബോധ്യമുള്ള അവൾ ടീമിലേക്ക് തനിക്ക് പകരം ഒരാളെ സെലക്ട് ചെയ്യാനായി ഓഡിഷൻ വെക്കുന്നു. സിംഗ് ടീമിലേക്ക് വരില്ലെന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ടാണ് അത്തരം ഓഡിഷൻ വെച്ച ഒരാളെ സെലക്ട് ചെയ്യാനായി നോക്കുന്നത്. പക്ഷേ ലാസ്റ്റ് സിംഗിലേക്ക് തന്നെ കാര്യങ്ങൾ വന്ന് നിൽക്കുകയും അവൻ ആ ടീമിൽ ജോയിൻ ചെയ്യാനായി തയ്യാറാവുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ, ചിയർ ഗേളായി അവൾ ടീമിന്റെ കൂടെ നിൽക്കണം. ഒരു മാനേജർ എന്ന രീതിയിൽ മാത്രമേ കൂടെ നിന്നാൽ പോരാ, ചിയർ ഗേളായും നിൽക്കണമെന്നൊരു കണ്ടീഷൻ അവൻ വെക്കുമ്പോൾ അതിന് ഓക്കെ പറഞ്ഞ് കൂടെ കൂട്ടുകയാണ്. അങ്ങനെ അവരുടെ ടീമിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തകൃതിയിൽ നടക്കുന്നു. ചിയർ ലീഡറായി നിന്ന് മാനേജറുടെ ജോലിയും കൂടി ചെയ്യാൻ അവൾക്ക് കുറച്ച് പാടാണെന്ന് കാണുമ്പോൾ സിംഗ് ശരി നീ മാനേജറായി തന്നെ നിന്നോളാനായി പറഞ്ഞ് ടീമിലൊരു പ്ലെയറായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ടീം ഇവർക്കൊരു ഇമ്പോർട്ടന്റ് മാച്ച് വരുന്ന ടീമിലെ മറ്റൊരു പ്ലെയർ പരിക്കേറ്റ് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ ആ പ്ലെയറിന് പകരം പുതിയൊരാളെ കണ്ടുപിടിക്കേണ്ട ചുമതല അവൾക്ക് വരുന്നത് കൊണ്ട് തന്നെ മാക്സിനോടാണ് ഇതിൽ പങ്കെടുക്കാമോ എന്ന് അവൾ ചോദിക്കുന്നത്. കാരണം മാക്സ് ഇവരുടെ കോളേജിലെ തന്നെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ മാക്സും ഈ ഒരു ടീമിൽ ചേർന്ന് പിന്നീട് അങ്ങോട്ട് ഫുൾ ടീം പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ഒന്നിച്ചുള്ള ടീം. ഒരു ആൺകുട്ടിയാണ് പെൺകുട്ടിയായി മാറിയതാണ് എന്നറിഞ്ഞിട്ടും മാക്സിന് എപ്പോഴൊക്കെയോ ഒരു താല്പര്യം അവളോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ പേരിൽ ഇടയ്ക്ക് മാക്സിനും സിംഗിനും ഇടയിൽ ചെറിയ ചെറിയ വാക്കേറ്റങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം സെക്യൂരിറ്റി അറിയാതെ നമ്മുടെ പെൺകുട്ടിയായി മാറിയ ഡായിയും കോർട്ടിൽ പൂട്ടിയിടുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ വന്ന് സിംഗ് ഡോറ് തുറക്കുമ്പോഴാണ് അവരകത്ത് പെട്ടുപോയ കാര്യം അവൻ കാണുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയം തന്നെ പറ്റി സത്യങ്ങൾ പറഞ്ഞിട്ടും ആരും മനസ്സിലാക്കില്ല, അവർ തന്നെ ചുമ്മാ ഡൗട്ട് അടിക്കും എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്ന അവൾ എല്ലാവരോടും താൻ ഇപ്പൊ ടീമിൽ നിന്ന് മാറി നിൽക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ഡായുടെ ഗേൾ ഫ്രണ്ട് ആണ്, ഡായ്ക്ക് ചില പേഴ്സണൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് അവനിപ്പോ ഇവിടേക്ക് വരാത്തത്, തന്നെ ഈ കാര്യങ്ങൾ നോക്കാനായി ടീമിന്റെ ക്യാപ്റ്റനായൊക്കെ നിയമിച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമ്മുടെ സിംഗിന് നല്ല ചിരി വരുന്നുണ്ട്. കാരണം അവൻ എന്തൊക്കെയോ ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റി. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന ടീം അവൻ ഡായുടെ നമ്പറിലേക്ക് എടാ അറിഞ്ഞ സത്യമാണോ, അവൾ നിന്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ അതെ അതെ അവൾ എന്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണെന്നും പറഞ്ഞ് അവനും റിപ്ലൈ ചെയ്യുമ്പോൾ ആ മെസ്സേജുകളൊക്കെ കണ്ട് സിംഗ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ആരാണ്, അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതിനെ പറ്റി അവന് നന്നായിട്ട് അറിയാമെന്നാണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പതിയെ പെണ്ണായി മാറിയിരിക്കുന്ന ഡായ് ഇപ്പോ സിംഗിനെ ഭയങ്കരമായി ക്രഷ് അടിച്ച് തുടങ്ങുന്നുണ്ട്. അവനെ പറ്റി വളരെയധികം കെയർ ചെയ്ത് അവന്റെ പിറകെയൊക്കെ അവള് നടപ്പ് തുടങ്ങുമ്പോൾ അവൻ അതൊട്ടും മൈൻഡ് ആക്കാത്ത രീതിയിൽ ജാടയിട്ടൊക്കെയാണ് അവളോട് തിരിച്ചു പെരുമാറുന്നത്. അവന് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാതെ റിജക്ട് ചെയ്യും. അവളത് ചവിട്ടുകൊട്ടയിൽ എടുത്ത് എറിയുന്ന സമയത്ത് അവൾ കാണാതെ അത് പോയി എടുക്കുകയും ഒക്കെ അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവൻ ആരോടോ രഹസ്യമായി ഫോൺ ചെയ്ത് പ്രൊഫസർ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കണക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്, അധികം വൈകാതെ എല്ലാം സെറ്റ് ആവും എന്നൊക്കെ പറയുമ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ തുടക്കം മുതലേ സിംഗിന് അറിയാമായിരുന്നോ, അവനും കൂടി പങ്കുള്ള എന്തെങ്കിലും കാര്യം മൂലമാണോ ഡായ്ക്ക് ഇത്തരം ഒരു ജെൻഡർ ചേഞ്ച് സംഭവിച്ചത് എന്ന് പോലും ഡൗട്ട് വരുന്നു. എന്തെങ്കിലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സിംഗിനെ തപ്പി നടക്കുന്ന ടീം വളരെ യാദൃശികമായി അവൾ ആ കാര്യങ്ങൾ കേൾക്കുന്നു. സിംഗും മാക്സും കൂടി അവളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ അവളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന ആ സംസാരത്തിൽ നിന്ന് അവൾക്ക് വ്യക്തമാവുന്നുണ്ട്. ഒപ്പം തന്നെ ഇവര് മാത്രമല്ല ടീമിലെ മറ്റാളുകൾക്കും ഒക്കെ തന്നെ പറ്റിയുള്ള രഹസ്യം അറിയാമായിരുന്നു എന്ന് അറിയുമ്പോൾ അവൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആവുന്നു. കാരണം അവരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് വ്യക്തമാവുന്നത് താൻ ഒരു പെൺകുട്ടിയാണ് എന്നതാണ്. അതായത് മുന്നേ ആൺകുട്ടി പെട്ടെന്ന് ഒരു ദിവസം പെൺകുട്ടിയായി മാറിയതല്ല, താൻ തുടക്കം മുതലേ ഒരു പെൺകുട്ടി കണക്കാണ്. പക്ഷെ ഇപ്പൊ താൻ വളരെ ഇൻഡിഫറന്റ് ആയി പെരുമാറുന്നു എന്ന രീതിയിലാണ് മറ്റുള്ളവർ സംസാരിക്കുന്നതെന്നാണ് അവൾക്ക് ആ സംസാരം മാറി നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആണായി ഞാൻ ഇങ്ങനെ പെണ്ണായി എന്നതിന് അപ്പോഴും ഉത്തരമില്ലാതെ ആകെ കൺഫ്യൂസ്ഡ് ആയവൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. വന്ന് കയറുമ്പോഴേ അച്ഛൻ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനായി തുടങ്ങുമ്പോഴാണ് അവൾക്കും നമുക്കും കാര്യങ്ങളെ പറ്റി ഒരു വ്യക്തത വരുന്നത്. ഈ അച്ഛൻ വലിയൊരു
ബാസ്കറ്റ്ബോൾ പ്ലെയർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ മൂലം അത് പറ്റിയിരുന്നില്ല. തനിക്ക് പറ്റാത്ത ആഗ്രഹം തന്റെ കുഞ്ഞിലൂടെ സാധിക്കണമെന്ന് വിചാരിച്ചിരുന്ന അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാകുമ്പോൾ അതൊരു ആൺകുഞ്ഞാകണം, വലിയ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആക്കണം എന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നടന്നില്ല. കാരണം ജനിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. അത് അദ്ദേഹത്തെ ഭയങ്കര സങ്കടത്തിലാക്കിയെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരാനായി തീരുമാനിച്ച സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കുഞ്ഞിലെ മനസ്സിലാക്കിയിരുന്ന ആ മകൾ അച്ഛന്റെ ആഗ്രഹത്തിനൊത്ത് താൻ മാറണം എന്ന് സ്വയം തീരുമാനിച്ച് അങ്ങനെ ഒരു ആൺകുട്ടി കണക്ക് പിന്നീട് നടക്കാൻ തുടങ്ങി. അവൾ സ്വയം ഒരു ആൺകുട്ടിയാണെന്ന് കരുതി ആ രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ജീവിച്ചത് മുഴുവൻ. അവളുടെ കൂടെയുള്ളവരും അവൾ ഒരു പെൺകുട്ടിയാണെന്ന് അറിയാമെങ്കിലും ആ രീതിയിൽ അവളോട് പെരുമാറിയിരുന്നില്ല. കാരണം അവൾക്ക് ഇതാണ് ഇഷ്ടമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ആദ്യം അച്ഛൻ തനിക്കൊരു മകനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉണ്ടായ മകളാകട്ടെ ഇങ്ങനെ ഒരു ആണിനെ പോലെ നടക്കാനായി തുടങ്ങിയത് അച്ഛനെ ഭയങ്കര വിഷമത്തിലാക്കി. താൻ കാരണമാണല്ലോ മോൾ ഇങ്ങനെ മാറിയത്, ഒരു പെൺകുട്ടിയായിട്ടും അവളത് തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം, ഒരു കുറ്റബോധം കണക്ക് അച്ഛൻ ഉണ്ടാവുകയും അദ്ദേഹത്തിന് വേണ്ടി കുഞ്ഞിലെ മുതലേ അവളെ അറിയാവുന്ന അവളുടെ കൂട്ടുകാരായ സിംഗ് അടക്കമുള്ള ആളുകൾ അവളൊരു പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തി എടുക്കാനായി എന്തെങ്കിലും ചെയ്യണമെന്നും തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു മാച്ച് കഴിഞ്ഞ് അതിന്റെ സന്തോഷം അവര് പങ്കിട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് യാദൃശികമായി ബോള് അവളുടെ തലയിൽ വന്നിരിക്കുന്നത്. ആ സമയത്തൊക്കെ ആക്ച്വലി അവൾ പെൺകുട്ടി തന്നെയാണ്, പക്ഷെ അവളുടെ ഉള്ളിലാണ് അവൾ അങ്ങനെ ആൺകുട്ടിയാണെന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു സമയം കൂടെയുള്ളവർ വളരെ തന്ത്രപരമായി പ്ലാൻ ചെയ്ത് അവളൊരു പെൺകുട്ടിയാണ് എന്ന് അവളെ ബോധ്യപ്പെടുത്തി എടുക്കാനായി മുന്നേ അവളെ കാണുമ്പോഴൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള കണക്ക് അവൾ ആൺകുട്ടിയാണെന്ന് തന്നെ ഇവർ അവളുടെ മുന്നിൽ പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ മാറ്റിവെച്ച് അവൾ ഒരു പെൺകുട്ടിയാണെന്ന രീതിയിൽ തന്നെ തങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നത് അവളുടെ മുന്നിൽ പ്രകടമാക്കി അവർ പെരുമാറാനായി തുടങ്ങിയപ്പോഴാണ് തനിക്കിത് എന്താ പറ്റിയത്, തന്റെ ജെൻഡർ മാറിയോ, ബോൾ വന്ന് തലക്കിടിച്ചപ്പോ തനിക്കിത് എന്ത് സംഭവിച്ചതെന്നൊക്കെ ഉള്ള തോന്നലുകളും തിരിച്ചറിവുകളും അവൾക്ക് വന്നത്. അങ്ങനെ പെണ്ണായി മാറിയെങ്കിൽ തിരിച്ചു താൻ ആണായി മാറണമല്ലോ, തന്നെ ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലല്ലോ എന്ന ഒരു അവസ്ഥയിൽ അവൾ വന്നു പെട്ടത്. ഇതാണ് യഥാർത്ഥത്തിലെ സംഭവം. ഈ കാര്യങ്ങളൊക്കെ അച്ഛനിൽ നിന്ന് അവൾ അറിയുമ്പോഴേക്കും സിംഗ് അവളെ കാണാനായി എത്തുന്നുണ്ടായിരുന്നു. ആക്ച്വലി മാക്സും ഞാനും നമ്മുടെ ടീമിലെ മറ്റു മെമ്പേഴ്സും ഒക്കെ തന്നെ നീ ഒരു പെൺകുട്ടിയാണ് എന്നത് നിന്നെ ബോധ്യപ്പെടുത്തി എടുക്കാനും നിന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന അച്ഛന്റെ നടക്കാത്ത ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി ഒരു ആൺകുട്ടിയായി മാറണമെന്ന ആഗ്രഹങ്ങൾ മാറ്റാനും ഒക്കെയായി ചെയ്ത ചില കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. നിന്റെ കൂടെ നിന്ന് നീ പോലും അറിയാതെ നിന്നെ സത്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായി ഞങ്ങൾ നടത്തിയ ശ്രമമായിരുന്നു എന്ന് സിംഗ് അവളോട് പറയുമ്പോൾ നിന്നോട് ഇങ്ങനെ ചെയ്തതിൽ നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾ ഒരു ദേഷ്യമില്ലെന്നും ഇങ്ങനെയൊക്കെ തനിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നതുകൊണ്ടാണ് താനിപ്പോ ഒരു പെണ്ണാണെന്ന കാര്യം പോലും മറന്ന് ജീവിക്കാൻ തുടങ്ങിയ ഒരു ജീവിതത്തിൽ നിന്ന് ഇപ്പൊ പുതിയൊരു ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായി നിൽക്കുന്നത്. ആ തലയ്ക്ക് ബോൾ വന്നിടിച്ച് നിങ്ങളും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മൂലം ഞാൻ ശരീരം കൊണ്ട് മാത്രം പെണ്ണായി മാറി. അപ്പോഴും എന്റെ മനസ്സിൽ ഒരു ആണിന്റെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ ഞാൻ ആരാണോ ആ രീതിയിൽ തന്നെ ജീവിക്കും. ഞാൻ പെൺകുട്ടിയാണെങ്കിൽ എന്താ, എനിക്ക് എന്റെ അച്ഛനെ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയി മാറാനായി കഴിഞ്ഞല്ലോ. ആ ഒരു പ്രൗഡ് ഫീലിംഗോട് കൂടി തന്നെ ഞാനായി തന്നെ ജീവിക്കുമെന്ന് പറയുന്നവൾ അവളെ തന്നെ തിരിച്ചറിയാനായി സഹായിച്ചതിനും എല്ലാ പ്രശ്നങ്ങളിലും തന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദി പറഞ്ഞ് സിംഗിനെ കിസ് ചെയ്ത് അവനോടുള്ള പ്രണയം അറിയിക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളിലും കൂടെ ഉണ്ടായിരുന്ന അവൻ ഇനിയും അവളുടെ കൂടെ വേണമെന്ന് അവൾ മനസ്സറിഞ്ഞ് അവനോട് ആവശ്യപ്പെടുന്നു. അവനും ആ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അവർ ഇവിടെ പ്രണയിക്കാനായി ആരംഭിക്കുന്നതും പുതിയൊരു ലൈഫിലേക്ക് കടക്കാനായി തീരുമാനിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ അവസാനിക്കുന്നു. ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.